ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു അടിപൊളി തീയലാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്? ചക്കക്കുരു വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ചക്കക്കുരു ഉള്ളപ്പോഴേ ഈ ഒരു രീതിയിലൊരു തീയൽ അങ്ങ് ഉണ്ടാക്കിക്കോണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് ചക്കക്കുരു തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായിട്ടൊന്ന് മുറിച്ച് ഒരു ചട്ടിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 ചെറിയ ഉള്ളി ഒന്ന് നീളത്തിലരിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, ഞാനിവിടെ ഒരു പച്ചമുളകേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അത്യാവശ്യം എരിവുള്ളതായതുകൊണ്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണേ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇനി നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് വെന്ത് കിട്ടാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് വെന്ത് വരുന്ന സമയം നമുക്കിതിലേക്ക് ഒരു അരപ്പിനായിട്ട് തേങ്ങ ചിരകി ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എത്രത്തോളമാണ് ചക്കക്കുരു എടുക്കുന്നത് അതിനനുസരിച്ച് തേങ്ങയുടെ അളവ് കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യും. ഇനി നമുക്കിതിലേക്ക് ഒരു 2-3 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില, കുറച്ച് വെളിച്ചെണ്ണ. ഇനി നമുക്ക് ഈ തേങ്ങ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് കരിഞ്ഞു പോകാതെ തീ കുറച്ച് വെച്ച് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ചക്കക്കുരു വെച്ചിട്ട് നമ്മൾ പല രീതിയിലുള്ള കറികളും ഉണ്ടാക്കാറുണ്ട്. ചക്കക്കുരു മാങ്ങയും കൂടെ ഇട്ട് വയ്ക്കാറുണ്ട്, ചക്കക്കുരു മുരിങ്ങയ്ക്ക ഇട്ട് വയ്ക്കാറുണ്ട്, ചക്കക്കുരും ചെമ്മീനും ഇട്ട് വയ്ക്കാറുണ്ട്, ചക്കക്കുരു തോരൻ ഉണ്ടാക്കാറുണ്ട്, ചക്കക്കുരു മെഴുക്കുരുട്ടി ഉണ്ടാക്കാറുണ്ട്. പക്ഷേ തീയൽ ഉണ്ടാക്കിയിട്ടുണ്ടോ നിങ്ങൾ? അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളവരുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നമ്മുടെ തേങ്ങയെല്ലാം നന്നായിട്ട് മൂത്ത് വന്ന സമയത്തെ ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ആ ഒരു പാനിൻ്റെ ചൂടിൽ തന്നെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്കിത് തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലാക്കി വെള്ളം ചേർത്ത് അരയ്ക്കാം, വെള്ളം ചേർക്കാതെ അരയ്ക്കാം. അപ്പം ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചക്കക്കുരു നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. കണ്ടില്ലേ, ചക്കക്കുരു വെന്ത് വന്നിട്ടുണ്ട്. ഞാനൊന്ന് തവിയുടെ ബേക്ക് വശം വെച്ചിട്ട് ഒന്ന് കുത്തിയൊക്കെ നോക്കി. അപ്പോൾ അത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടേ? ഇതിലേക്ക് നമ്മൾ ആ ഒരു അരപ്പുണ്ടല്ലോ, അരച്ച് വെച്ചല്ലോ, അത് നമ്മൾ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് പാകത്തിന് എത്രത്തോളം വെള്ളം വേണോ അതും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ച് ചേർക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് തണുക്കുമ്പോൾ കുറുകി വരും. അപ്പോൾ കുറച്ച് വെള്ളം കൂടിപ്പോയാലും കുഴപ്പമില്ല. പിന്നെ വേണ്ടത് പുളിവെള്ളമാണ്. അപ്പം ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വാളംപുളിയാണേ. അത് നന്നായിട്ട് പിഴിഞ്ഞ് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കേ ഈ ഒരു സമയത്ത് പാകത്തിന് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാണോ എന്നൊക്കെ നോക്കണം. അപ്പോൾ ഞാൻ ആദ്യം ചക്കക്കുരു വേവിച്ചപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പോരാന്ന് തോന്നിയതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, ശർക്കര നമ്മൾ ഈ പുളിപ്പും എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 1/2 ടീസ്പൂൺ ശർക്കര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. കാരണം ഇത് നന്നായിട്ട് തിളച്ചു. ഇനി തണുത്ത് വരുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി വറ്റി വരും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നമ്മളിനി വറ്റിക്കാൻ നിൽക്കേണ്ട. പിന്നെ ചട്ടിയിലും കൂടി ആയതുകൊണ്ട് തന്നെ ആ ഒരു ചൂടിലിരുന്ന് കുറച്ചും കൂടി ഒന്ന് വറ്റി വരും കേട്ടോ. അപ്പോൾ ശർക്കരയും കൂടെ ചേർത്ത് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇനിയാണ് നമുക്ക് ലാസ്റ്റ് പരിപാടി. ഈ ഒരു താളിപ്പ് വേണം. അതിനായിട്ടൊരു പാത്രം ഒന്ന് ചൂടാക്കാൻ വെച്ചു. ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നു. കടുകെല്ലാം ഒന്ന് പൊട്ടി വരട്ടെ കേട്ടോ. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ വട്ടത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയ ഉള്ളി എല്ലാം ഒന്ന് മൂത്തതിന് ശേഷം ഇതിലേക്ക് 2-3 വറ്റൽമുളക് മുറിച്ചതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ അങ്ങ് ഇട്ട് കൊടുത്ത് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇനി വേറെ ഒന്നുമില്ല, നമ്മൾ ഈ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ചക്കക്കുരു കിട്ടുമ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അടിപൊളി തീയലാണ് കേട്ടോ. അപ്പോൾ ചോറിനൊപ്പം വേറെ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു കറി മാത്രം മതിയാവും. അപ്പോൾ വെറൈറ്റി എല്ലാവരും ഇഷ്ടപ്പെടുന്നവരല്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരേ രീതിയിൽ തന്നെ ഉണ്ടാക്കി നോക്കാതെ ഇതുപോലെ ഒന്ന് മാറി ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് എന്നെ മനസ്സിലാവും എത്രത്തോളം ടേസ്റ്റ് ഉണ്ടെന്ന് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ. അപ്പോൾ ഓക്കെ.